ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രകാരം ആം ആദ്മി പാർട്ടി വിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ച മുൻ പാർട്ടി പ്രവർത്തകൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രിയയിൽ നോക്കുമ്പോൾ മുൻ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ മറികടന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ സർവേയിൽ കെജ്രിവാളിന് 1.2% പിന്തുണ ലഭിച്ചപ്പോൾ CJP സ്ഥാപകനും കൺവീനറുമായ അഭിജിത് ദീപ്കയ്ക്ക് 1.3% പിന്തുണ ലഭിച്ചത്. ഇതോടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളിനേക്കാൾ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്ന വ്യക്തിയായി ദീപ്കെ മാറിയിരിക്കുന്നു. ഇതൊരു ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയുള്ള ഒരു സ്ഥാപനമാണ് സർവേ നടത്തിയിട്ടുള്ളത്. 2020 മുതൽ 2023 വരെ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ ആശയവിനിമയ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ദീപ്കെ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ ആശയവിനിമയ വിദഗ്ധൻ എന്ന നിലയിൽ നിന്ന് യുവാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പിന്റെ മുഖമായി മാറി. ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയവരിൽ താൻ മുമ്പ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയേക്കാൾ നേരിയ മുൻതൂക്കം നേടാൻ ദീപ്കയുടെ ഈ വളർച്ചയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. മൂഡ് ഓഫ് ദി നേഷൻ എന്നത് ഏകദേശം 2 പതിറ്റാണ്ടായി ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിവരുന്ന വർഷത്തിൽ 2 തവണയുള്ള ഒരു സർവേയാണ്. 2026 ഓഗസ്റ്റിലെ സർവേ സി വോട്ടറാണ് നടത്തിയത്. ഇതിനായി 2026 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 25 വരെയുള്ള കാലയളവിൽ 25,184 പേരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. കൂടാതെ സി വോട്ടർ നടത്തുന്ന പതിവ് നിരീക്ഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ 91,795 അഭിമുഖങ്ങളിലെ വിവരങ്ങളും 2026 ഓഗസ്റ്റിലെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ കണ്ടെത്തലുകൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദീപ്കയുടെ 1.3% എന്ന കണക്ക് വളരെ കുറവാണെങ്കിലും കെജ്രിവാളിന്റെ നിലയുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ശ്രദ്ധേയമായി മാറുന്നു. അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായി 48.7% പേരും തെരഞ്ഞെടുത്തതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ മുൻതൂക്കത്തോടെ മുന്നിൽ നിൽക്കുകയാണ്. 27.1% പിന്തുണയോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തൊട്ട് പിന്നിലുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ശക്തമായ രാഷ്ട്രീയ ശക്തിയായി മാറിയ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് 9.2% പിന്തുണയോടെ 3ാം സ്ഥാനത്തേക്കാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി 2%മായി മുന്നിലുണ്ട്. തൊട്ടു പിന്നാലെ 1.7%മായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും വരുന്നുണ്ട്. 1.3%മായി അഭിജിത് ദീപ്കെ അടുത്ത സ്ഥാനത്താണ്. 1.2% കെജ്രിവാളിനേക്കാൾ നേരിയ മുൻതൂക്കം ദീപ്കയ്ക്കുണ്ട്. പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ നിലവിൽ പ്രതിപക്ഷ നേതാക്കളിൽ ആരാണ് ഏറ്റവും അനുയോജ്യൻ എന്ന ചോദ്യത്തിന് ലഭിച്ച പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ കെജ്രിവാളിന്റെ ജനപ്രീതി കുറയുന്നതായും എന്നാൽ പുതിയതായി രംഗത്തെത്തിയ വിജയ് വലിയ സ്വാധീനം ചെലുത്തുന്നതായും കാണാം. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് മുന്നിൽ. 2026 ജനുവരിയിൽ 28.6% നിന്ന് നേരിയ വർധനയോടെ അദ്ദേഹത്തിന്റെ പിന്തുണ 29%മായി ഉയർന്നു. മുൻ സർവേകളിൽ പട്ടിക ഇല്ലാതെയിരുന്ന വിജയ് 12.2% പിന്തുണയോടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ഉടൻ തന്നെ 2ാം സ്ഥാനത്ത് സ്വന്തമാക്കുകയും ചെയ്തു. 8.5% പിന്തുണയോടെ മമതാ ബാനർജി 3ാം സ്ഥാനത്തുള്ളപ്പോൾ കെജ്രിവാൾ 7.5% തൊട്ട് പിന്നിലാണ് ഉള്ളത്. ഇതിൽ രാഹുൽ ഗാന്ധി ഭാവിയിൽ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യം പൂർണ്ണമായി തന്നെ സർവേയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ 2029 പ്രതിപക്ഷ നേതാവാക്കി തന്നെയാണ് സർവേ എല്ലാം തന്നെ ഇപ്പോഴും കണക്കുകൂട്ടുന്നത്.